ഹായ് ഓൾ, വെൽക്കം ബാക്ക്. മാങ്ങാക്കാലം ഓൾമോസ്റ്റ് കഴിയാറായി. കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇപ്പം ദേ മഴ തുടങ്ങി. മഴയോടൊപ്പം വിരുന്ന് വരുന്ന വേറൊരു കാലം കൂടെ ഉണ്ട്. അതാണ് ചക്കക്കാലം. ഇവരാണ് എൻ്റെ വീട്ടിൽ സ്ഥിരമായി ചക്ക നന്നാക്കുന്ന ടീം ഗ്രാൻഡ് പാരൻസ്. അച്ഛൻ്റെ അച്ഛനും അമ്മയും. അച്ചാച്ചന് പ്രായം 100 കഴിഞ്ഞു, അച്ചമ്മയ്ക്ക് 91. ഈ പ്രായത്തിലും ഇവരിതിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചക്ക നന്നാക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ? നിങ്ങളുടെ വീട്ടിലുണ്ടോ ഈ പ്രായത്തിലും ചക്ക നന്നാക്കുന്ന ആരെങ്കിലും? ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറൊന്നും കൊണ്ടല്ല, ഇതൊക്കെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് മാത്രം കാണുന്ന കാഴ്ചയല്ലേ. നമ്മൾ മലയാളികൾ എന്ത് ഭാഗ്യവാന്മാരാണല്ലേ. വേനൽക്കാലമായി കഴിഞ്ഞാൽ ഒത്തിരി മാങ്ങ കഴിക്കാം. മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ചക്ക തിന്നാം. ഏപ്രിൽ മുതലേ ചക്ക സീസൺ സ്റ്റാർട്ട് ചെയ്യും. എന്നാലൊരു പീക്ക് ടൈം എന്ന് പറയുന്നത് മെയ്, ജൂൺ, ജൂലൈ ഈ 3 മാസങ്ങളാണ്. പ്രത്യേകിച്ച് മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പുറത്ത് നല്ല തകൃതിയായി മഴ പെയ്യുന്ന സമയത്ത് നല്ല ആവി പറക്കുന്ന ചക്കപ്പുഴുക്ക് വീടിൻ്റെ കൊലായി കൊണ്ടുവന്നിരുന്ന് മഴ ആസ്വദിച്ച് കഴിക്കണം. കൂട്ടത്തിലൊരു കട്ടനും ആകാം. അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ് തന്നെയായിരുന്നു. അച്ചമ്മയാണ് ചക്ക മുറിച്ച് കഷ്ണങ്ങളാക്കി അതിൽ നിന്ന് ചുള മാറ്റി വയ്ക്കുന്നത്. അച്ചാച്ചൻ ആ ചുളയിൽ നിന്ന് ചക്കക്കുരുവിനെ മാറ്റി വെച്ചിട്ട് ചുളേനെ ചെറുതായി അരിഞ്ഞു വെക്കും. ഇത് നാളെ രാവിലത്തെ ചക്കപ്പുഴുക്കിനുള്ളതാണ്. ചക്കക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ അധിക ദിവസങ്ങളിലും എൻ്റെ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റിന് ചക്കപ്പുഴുക്കാണ്. ഇവരിതിങ്ങനെ നന്നാക്കി വെക്കുന്നത് കൊണ്ട് തന്നെ അമ്മയുടെ പണി എളുപ്പമാണ്. പെട്ടെന്ന് പുഴുക്കുണ്ടാക്കാം. എന്തായാലും ചക്കപ്പുഴുക്കിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ എഴുതി അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺ.